ഈ ഫ്ലിംസിനെസ് ആണ് എനിക്ക് കുറച്ച് എപ്പോഴും ഒരു പോരായ്മ എടുത്ത് തോന്നുന്നത്. പുതിയ സ്കോഡ കോഡിയാക്ക്, ഈ സ്കോഡ കോഡിയാക്കിൻ്റെ ലൗറൻ ആൻഡ് ക്ലെമൻറ്റ് ആ ഒരു വേർഷനാണിത് 4x4. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വണ്ടിക്ക് വന്ന ഏറ്റവും പുതിയ മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കോഡയുടെ കോഡിയാക്കിന് പ്രധാനമായിട്ടും 4 മാറ്റങ്ങളാണ്. അതിലൊന്ന് പാസഞ്ചർ പ്രീ ക്രാഷ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ്, അത് കൊള്ളാം. പിന്നെ 360 ഡിഗ്രി ക്യാമറയാണ്. പിന്നെ അഡാസ് സിസ്റ്റംസ് വന്നു എന്നുള്ളതാണ്. ഇതാ കിടക്കുന്നതാണ് സ്കോഡ കോഡിയാക്ക്. ഇതിനകത്ത് ആ ഗ്രില്ലിലെ ലൈറ്റ്സ് വന്നു എന്നുള്ളത് ഒരു പുതിയ കാര്യമായിട്ട് പറയാം. അപ്പോൾ മൊത്തത്തിൽ 4 മാറ്റങ്ങളാണ് 2026 സ്കോഡ കോഡിയാക്കിന് വന്നിട്ടുള്ളത്. 2025 വന്ന മാറ്റങ്ങളിൽ കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു 4 മാറ്റങ്ങളും കൂടി കൊടുത്തിട്ടാണ് പുതുതായിട്ട് 2026 സ്കോഡ നമുക്ക് ഈ ഒരു കോഡിയാക്ക് തന്നേക്കുന്നത്. ഈ കളറും കൊള്ളാമല്ലേ, കാണാൻ ഭംഗിയുണ്ടല്ലേ? അതെ, അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ സ്കോഡ കോഡിയാക്ക്. ഇതിനെന്താ വില? ഇതിന് ഏറെക്കുറെ 44 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വിലയ്ക്കുള്ള വണ്ടി ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡീസലും വേണ്ട, പെട്രോൾ മതി, ടർബോ പെട്രോളും മതിയെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ബൈ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്, ടർബോ പെട്രോൾ. അതിൻ്റെ പവർ എന്ന് പറയുന്നത് 204 HP ആണ്. കൂടാതെ 320 ന്യൂട്ടൺ മീറ്ററേ ഉള്ളൂ. അതായത് പേപ്പറിൽ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് വേറൊരു വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 450 ഇല്ലല്ലേ, 400 പറയാം. പക്ഷേ ടർബോ പെട്രോൾ എന്ന നിലയ്ക്ക് ഈ വണ്ടി അത്യാവശ്യം കാല് കൊടുത്താൽ കയറി പോകുന്നുണ്ട്. ആ പോകുന്നത് MGയുടെ ഇലക്ട്രിക് ആണ്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രിക് കാറിനോട് കടപിടിക്കുന്നതാണ് പറയണത്. ഓക്കെ, അതൊരു വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, ഞാൻ ഒരു കാര്യമായിട്ട് പറഞ്ഞതാണ്. അതായത് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത് 7 സ്പീഡ് DSG തന്നെയാണ്. അതായത് DQ381. ഇത് വെറ്റ് ക്ലച്ചുള്ള ഒരു വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഷിഫ്റ്റ് ക്യുക്കാണ്, ലൈറ്റ്നിങ് ഷിഫ്റ്റ് ആയിട്ടുള്ള ക്യുക്കാണ്, ലൈറ്റ്നിങ് ക്യുക്കായിട്ടുള്ള ഷിഫ്റ്റാണ്, പറമാറി പോയി. അങ്ങനെ പറയാവുന്ന ഒരു ലെവലിലാണ് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ഡ്രൈവ് മോഡിലാണ്. ഇതിനകത്ത് സാധാരണ വെൻഡോ അല്ലെങ്കിൽ പോളോ DSGയിലൊക്കെ കാണുന്ന പോലെ ഗിയർ എഴുതി കാണിക്കുന്നില്ല ഡ്രൈവ് മോഡിൽ. എന്നാലും ഞാൻ ഒന്ന് കൊടുത്തത് M6 ആണ്. M6, M5, M4, M3 കണ്ടോ, പറന്ന് കയറി പോകുന്ന ഒരു സ്വഭാവമുള്ളൊരു വണ്ടിയാണ് കോഡിയാക്ക് എന്ന് പറയാം. അങ്ങനെ പറന്ന് കയറി പോയിട്ട് ഓടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസിയിൽ അത് ബാധിക്കുമോ? അതെ, ഇപ്പോൾ 7.2 കിലോമീറ്റർ ആണ് ഞാൻ എടുത്തിട്ട് ഏറെക്കുറെ 36 കിലോമീറ്ററായി നമ്മളത് ഓടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് എൻ്റെ ഒരു ലക്ഷറി ഫീലാണ്. ഇതിനകത്ത് ഇരിക്കാനുള്ള സീറ്റിൻ്റെ ഒരു സുഖം, അതുപോലെ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റൈഡ്, നല്ല റൈഡാണ്, നല്ല റൈഡ് ക്വാളിറ്റി വണ്ടിയാണ്. 15 ഇഞ്ചാണ് വീല്. ഇപ്പോൾ മഹീന്ദ്ര പോലുള്ള വണ്ടികളൊക്കെ 19 ഇഞ്ച് വീലിലേക്കൊക്കെ പോയി. പക്ഷേ സ്കോഡ കോഡിയാക്കുന്നത് 15 ഇഞ്ച് വീല്. ഞാൻ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓർക്കുന്നുണ്ട്, പണ്ട് തൃശ്ശൂർ നമ്മുടെ തെക്കിങ്കാട് മൈതാനത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊരു കോഡിയാക്ക് ഷൂട്ട് ചെയ്തിട്ടോ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതും LNK വേർഷൻ ആയിരുന്നു. പക്ഷേ ആ LNK എന്ന് പറയുന്നത് ഡീസൽ ആയിരുന്നു എന്നുള്ളതാണ്. ഇത് പെട്രോളാണ്. ഇപ്പോൾ സ്കോഡയ്ക്ക് ഇവിടെ ഡീസലില്ല, പെട്രോൾ മാത്രമേ ഉള്ളൂ. ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം ക്യുക്കാണ്, അത്യാവശ്യം ഫാസ്റ്റാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗും അത്യാവശ്യം നല്ലതാണ്. ഒരു യൂറോപ്യൻ വണ്ടിയുടെ ആയിട്ടുള്ള എല്ലാ ഫീലും ഉണ്ട്. ഇപ്പോൾ 7 സീറ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വീട്ടിലേക്ക് ഒരു 7 സീറ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മേടിക്കാവുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് കോഡിയാക്കിനെ കാണാമെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ കുറേ അധികം വണ്ടികൾ നിരത്തിലുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് വിലയ്ക്ക്. ഇതിൻ്റെ ഒരു വിലയ്ക്ക് അത് കമ്പാരിസനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ കുറിച്ച് പറയാത്തതാണ്. എന്നാലും ഒരു ചെറുത് ചെക്ക് ചെയ്ത് നോക്കാൻ നമുക്കറിയാം ഒരുപാട് വണ്ടികൾ ഈ ഒരു പ്രൈസ് പോയിന്റിലുണ്ട്. അതിൻ്റെ കൂടുതൽ സ്കോഡയുടെ ഒരു വണ്ടി വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റൈഡ് ക്വാളിറ്റിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടിയാണെന്ന് പറയാൻ പറ്റുക. അതായത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് വണ്ടിയാണ് കോഡിയാക്ക്. അല്ല, വലിയ എക്സൈറ്റ്മെൻറ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് കാലോടുത്ത് ഓടിക്കുമ്പോൾ അത്യാവശ്യം ഫണ്ണൊക്കെ കിട്ടുന്നുണ്ട്. ആ ഫണ്ണും എക്സൈറ്റ്മെൻറ്റും നമ്മളുടെ ഒരു ചെറിയൊരു പോയിന്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുന്നത് ഈ ഒരു ഗ്രില്ല് വന്ന മാറ്റമാണ് ഞാൻ പറയുന്നത്, എവിഡൻ്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 360 ക്യാമറ, അല്ലെങ്കിൽ 360 ഡിഗ്രി ക്യാമറ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ രൂപത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയാനില്ല. സൈഡിൽ 18 വീൽസാണ് കാണുക. പിന്നെ ഒരു വലിയ ഒരു എസ്റ്റേറ്റ് പോലെ ഉള്ള ഒരു SUV ആണിത്. പക്ഷേ ഇതിൻ്റെ ഒരു കൗതുകമുണ്ട്, അത് സംശയമൊന്നുമില്ല, രസമുള്ള വണ്ടിയാണ് കാണാനായിട്ട്. ഈ ഒരു 3/4 നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാവും. അതിൻ്റെ മുൾഭാഗമാണെങ്കിലും അതല്ല അതിൻ്റെ ആ ഒരു പിൻവശത്തെ ആ ഒരു 4x4 എന്നുള്ള സ്റ്റിക്കറും കോഡിയാക്ക് സ്കോഡ അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ എലമെൻറ്റുകൾ ഡിസൈനൊക്കെ കാണാൻ ഭംഗിയുണ്ട്, ഒരു കൗതുകമുണ്ട്. അതാണ് വീൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സിൽവർ ഇൻസേർട്ട് കൊടുത്തത് കണ്ടോ, ആ ഒരു മൂന്നാമത്തെ പാനലിൽ, അല്ലെങ്കിൽ ABC പില്ലറിൽ കണ്ടോ, ABCD പില്ലറിൽ കണ്ടില്ലേ. പിന്നെ ഷാർക്ക് ഫിൻ ആന അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ ബൂട്ട് പവേഡാണേ, അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഒന്ന് കാണിക്കാൻ വേണ്ടി തുറക്കാൻ വേണ്ടി കാണിക്കാം എന്നേ ഉള്ളൂ. 3rd row സീറ്റുള്ള ഒരു SUV ആണിത്. ഈ ഗ്ലോ ബോക്സിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ ഇൻറ്റ്യൂറ്റീവ് ആണേ, അല്ലെങ്കിൽ റെസ്പോൺസീവ് ആണേ. ഞാനൊന്ന് ഓണാക്കാം, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിനകത്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ആൻഡ്രോയിഡ് ടോപ്പ് കവറിലെ വയർലെസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഓട്ടോ ഹോൾഡ് നമ്മൾ ഓൺ ആണെന്നുള്ള കാര്യമാണ് കാറിൻ്റെ ആ ഒരു കാര്യം. അഡാസ് ലെവൽ 2ൻ്റെ അസിസ്റ്റൻറ്റ് സിസ്റ്റംസുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ള പറയാൻ പറ്റുക. സ്റ്റിയറിംഗ് വീൽ വൈബ്രേഷൻ കുറച്ച് ഒരു ഇത്തിരി കൂടുതലാണ്, അത് ഒരു സേഫ്റ്റി സൈഡായിട്ട് കാണാം.
പിന്നെ ഓട്ടോ അല്ലെങ്കിൽ ഈ ടെറൈൻ മോഡുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ESC സിസ്റ്റം, ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണിക്കണം. ഇത് ഓഫ് റോഡ് ഓടുന്ന വണ്ടിയാണ്, 4x4 വണ്ടിയാണ്, അപ്പോൾ അറിയാലോ അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ മ്യൂസിക് അല്ലെങ്കിൽ ഇവിടെ ആ ഒരു നാവിഗേഷൻ, അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ കാര്യം കാണാം. ഇത് മെനുവിലേക്ക് പോകുന്നതാണ് സെറ്റിങ്സ്, ടിപ്സ് ആൻഡ് ഹെൽപ്പ്. എന്ന് പറയുന്നത് ഇതൊരു അസിസ്റ്റൻ്റാണ്. സൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു സൗണ്ടിൻ്റെ കാര്യങ്ങൾ കാണിക്കാവുന്ന കാര്യമാണ്. അതായത് സൗണ്ട് അസിസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ സൗണ്ട് സെറ്റ് ചെയ്യില്ലേ. ഇവിടെ ഒരു കൗതുകമുള്ള 3 ഡയൽസ് ഉണ്ട്. ഈ ഡയൽസ് നമുക്ക് മൾട്ടിപ്പിൾ ഡയൽസാണ്, അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണൽ ഡയൽസാണ്. ഇപ്പോൾ ഉണ്ടോ ഫാൻ, അല്ലെങ്കിൽ പൊസിഷൻ, അതല്ലെങ്കിൽ വീണ്ടും ആ ഒരു നമ്മുടെ പ്യൂരിഫയർ, അല്ലെങ്കിൽ വീണ്ടും നമുക്ക് വോളിയം കൂടാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ വീണ്ടും AC-ലേക്ക് വരാം. ഇവിടെ വെൻറ്റിലേറ്റർ സീറ്റും ഉണ്ട്, ഹീറ്റഡ് സീറ്റും ഉണ്ട്, അല്ലെങ്കിൽ ഹീറ്റഡ് സീറ്റും ഉണ്ട്, വെൻറ്റിലേറ്റർ സീറ്റും ഉണ്ട്. കൂടാതെ ആ ഒരു AC ടെമ്പറേച്ചറും കാണും. പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് സിങ്ക് ആവുകയും ചെയ്യും. അപ്പുറത്ത് കണ്ടോ സിങ്ക്, മാക്സ്, ഓട്ടോ, റിയറൊക്കെ കാണാം. ഇവിടെ 2 ചാർജിങ് സോക്കറ്റുകളുണ്ട്. ഇത് വയർലെസ് ചാർജിങ് പാഡാണ്. ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും കാണാം. ഓക്കെ, ചെറിയ ക്ലെവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ സീറ്റിൻ്റെ ഈ തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നല്ലതായിട്ട് തോന്നി. പിന്നെ ഗ്ലോ ബോക്സിൻ്റെ ബട്ടൺസിൻ്റെ ഒരു പൊസിഷനിങ് നല്ലതായിട്ട് തോന്നി. കേട്ടോ, മുകളിൽ താഴെ സ്വിച്ചുകളുടെ ക്വാളിറ്റി ഒക്കെ കൊള്ളാം. ഇതൊക്കെ നല്ലതാണ്. ഇവിടെ ഒരു ചെറിയ ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തു. ഈ സാധനം കണ്ടോ, ഇത് ഭയങ്കര ഫ്ലിംസിയാണ്, കണ്ടില്ലേ, കൈ കൂടെ പോരും തോന്നും. ഇത്രയും വിലയുടെ വണ്ടിക്ക് അത് കുറച്ച് മോശമായിട്ട് തോന്നി. പിന്നെ അവിടെ ഉണ്ടോ 7.7 kmpl നമ്മൾ വണ്ടി സിറ്റിയിൽ ഓടിച്ചപ്പോഴുള്ള ഫ്യൂൽ എഫിഷ്യൻസിയാണ്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു കീ പൊസിഷൻ തന്നെയാണ്. അത് നല്ല കാര്യമാണ്. കാരണം നമുക്ക് അതിന് വേണ്ടി വേറെ ഒരു സ്വിച്ചും കൂടി ചെയ്ത് ഈ പൊസിഷൻ നശിപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് സ്കോഡ കോഡിയാക്കിൻ്റെ കീ എന്ന് പറയുന്നത്. ഈ സ്കോഡ കോഡിയാക്ക് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഓട്ടോ പാർക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ ഓട്ടോ പാർക്കിങ്ങിനൊക്കെ പറ്റുന്നൊരു വണ്ടിയായിരുന്നത്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി മാറിയിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഒന്നുകൂടി കാലികമാക്കാനുള്ള ശ്രമമാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പനോരമിക് സൺറൂഫും കാണാം. ഇതിൻ്റെ ഒരു റഡാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാമറ വെച്ചുള്ള റഡാർ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഒരു പോരായ്മയായിട്ട് ഞാൻ കണ്ടത് ഒരിത്തിരി അഗ്രസീവാണ്. അപ്പോൾ നമ്മൾ ലൈനൊക്കെ കീപ്പ് ചെയ്ത് പോകാൻ, ലൈനൊന്നും ചേഞ്ച് ആകാൻ പോവുകയാണെങ്കിൽ വണ്ടി നമ്മളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും. അതായത് സൗണ്ട് കൂടിയിട്ടാണ് മാറ്റം കണ്ട് പറയില്ല, അങ്ങനെയാണ് മാറ്റുന്നത്. അതായത് സൗണ്ടും കൂടുതലാണ്, വരുന്ന വൈബ്രേഷനും കൂടുതലാണ്. നമ്മൾ സാധാരണ കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അഡാ സിസ്റ്റവുമായിട്ട് കമ്പാരിസൺ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ഓഫ് റോഡ് വണ്ടിയാണ്, മോഡുകളുണ്ട്. ആ ഓഫ് റോഡ് മോഡുകൾ വെച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും പോയി നമ്മൾ കുടുങ്ങാൻ പോവുകയാണെന്ന് വിചാരിച്ചാൽ നമുക്കതിൻ്റെ ഒരു ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് അവിടെ നിന്ന് കയറി പോരാൻ പറ്റുന്നുള്ള ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോവാണ്. അപ്പോൾ എപ്പോഴും നമുക്കത് 4 വീലിലും ഒരു പിടുത്തമുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നില്ലേ. ആ ഒരു കാര്യം ഇവിടെ ക്ലീനായിട്ട് അവർ പരിഹരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തേർഡ് റോ എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾക്ക് ഇരിക്കുന്ന പോലെ തേർഡ് റോ തന്നെയാണ്. പക്ഷേ ആ ഒരു ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും വന്ന് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സൗണ്ട് ഞാൻ പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ നമുക്ക് കുറച്ച് അധികമായിട്ട് കിട്ടും. പിന്നെ ഈ സ്കോഡയുടെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ക്ലാസിക് സ്റ്റിയറിംഗ് വീലാണ്. ഈ സ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവാണ്, അത്യാവശ്യം റെസ്പോൺസീവാണ്. നമുക്ക് 360 ക്യാമറയുടെ യൂസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലസ്റ്ററിനകത്ത് നാവിഗേഷൻ കാണിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വണ്ടിക്ക് ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഈ ഫ്ലിംസിനെസ് ആണ് എനിക്ക് കുറച്ച് എപ്പോഴും ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു പാറ്റേണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ളത്, നമുക്ക് എല്ലാം കൂടി ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചൊക്കെ നല്ലതാണ്. അതിൻ്റെ ഇൻറ്റഗ്രേഷൻ കൊള്ളാം. പിന്നെ ഇതിനകത്ത് നാവിഗേഷൻ്റെ ഒരു സംഗതി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഞാൻ ആ സ്ക്രീനിലേക്ക് നാവിഗേഷൻ കൊണ്ടുവരാണ്. വരൂ ജിംബൂമ്പ അതെ വന്ന് നാവിഗേഷനോടെ വന്നു. നാവിഗേഷൻ നമുക്കവിടെ കാണിക്കാൻ പറ്റും. ഈ നാവിഗേഷൻ കാണിക്കുമ്പോൾ അത് സ്ക്വയറിലേക്ക് മാറും. ആ ഡിജിറ്റൽ ഡയൽസ് എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല, കാണാൻ രസമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ അത് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്, സൂം ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഈ ടിൽറ്റും റീച്ചും നമുക്ക് ഉപയോഗിച്ചിട്ട് ഒരു നല്ല റൈഡിങ് പോസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോസ്റ്റും കിട്ടാണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതും പറയേണ്ട കാര്യമാണ്. അപ്പോൾ സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പുതിയ തലമുറ വണ്ടികളുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ മഹീന്ദ്ര അല്ലെങ്കിൽ പല വണ്ടികളുണ്ട്. അത് വണ്ടികളിൽ അത്ര പോലെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുള്ളൊരു ഒരു സ്ക്രീനല്ല. പിന്നെ ഇതിന് ഓട്ടോ പാർക്കൊക്കെ അന്ന് മുതലേ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു വണ്ടിക്ക് പുതിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ ഡ്രൈവിംഗ് പ്രൊഫൈൽസ് ഉണ്ട്. അതുപോലെ ഓഫ് റോഡ് എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ നമുക്ക് ഓഫ് റോഡിൻ്റെ ഡിസ്പ്ലേസ് കാണിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ട് കാണാം. അതായത് നമുക്ക് എപ്പോഴും ഈ സ്റ്റിയറിംഗ് ആംഗിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓഫ് റോഡിൽ ഉപയോഗമാണ്. ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗമാണ്. അപ്പോൾ അങ്ങനെ കുറേ അധികം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് അതുണ്ട്. എന്നാൽ ഇതൊരു ഹാർഡ് കോർ ഓഫ് റോഡാണ് ഓടിച്ച് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഉയരവും അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വീൽ എന്നല്ല പറയാം, ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം കൂടി എടുത്ത് ഒരു പ്രോപ്പർ ഓഫ് റോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സംശയമാണ്. സ്റ്റിൽ നമുക്ക് എവിടെയൊന്നും സ്റ്റക്ക് ആവാണ്. പ്രത്യേകിച്ചും സ്കോഡ അല്ലെങ്കിൽ ഇതുപോലുള്ള യൂറോപ്യൻ വണ്ടികൾ ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സ്നോയിലൊക്കെ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും പോയി കുടുങ്ങാണ് അല്ലെങ്കിൽ ഒരു വണ്ടിയെ കെട്ടി വലിക്കണം, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ആ ഒരു സ്റ്റാക്ക് വേറെ കൊടുത്തത്, എക്സ്ട്രാ കൊടുത്തത് കൊള്ളാം. എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു വോയിസ് അസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഹോമിലേക്ക് ഞാൻ വീണ്ടും പോകാം. ഹോമിലേക്ക് വീണ്ടും പോയിട്ട് മെനുവിലേക്ക് പോകാം. ഈ മെനുവിലേക്ക് പോകുമ്പോൾ ആ കുറച്ച് മെനു ഉള്ളൂ എന്നുള്ളതാണ് കേട്ടോ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് മിനിമലിസ്റ്റിക് ആണ്, എന്നാൽ റെസ്പോൺസീവ് ഇൻറ്റ്യൂറ്റീവ് ആണ്. മുകളിൽ നിങ്ങളുടെ സ്കൂളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. മുകളിൽ കുറേ ഷോർട്ട് കട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കാര്യമാണ്. അത് അഡാസിൻ്റെ ആ ഒരു
സെറ്റിങ്സ് ആണ്. ഈ കോഫി ബ്രേക്കിൻ്റെ കാര്യങ്ങളും ആക്റ്റീവ് സെൻസിറ്റിവിറ്റി നമുക്ക് ലോ അവിടെ കാണുന്നത്, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർ സ്ക്രീനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കോഡ കോഡിയൊക്കെ നമ്മൾ ഓടിക്കുന്ന ആദ്യമായിട്ടല്ല, ഇതിന് ഡീസൽ മോഡിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ട്, പെട്രോൾ മോഡിൽ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പവർ അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് പേപ്പറിൽ തോന്നില്ല എന്നാണ്. പക്ഷേ ഓടിക്കുമ്പോൾ നമുക്കൊരു യൂറോപ്യൻ കാർ ഓടിക്കുന്ന ഫീൽ അല്ലെങ്കിൽ ആ ഒരു DSGയുടെ ക്യൂക്ക്നെസ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അത് ഈ വണ്ടിയുടെ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റിംഗ് പോസ്റ്റ് നമ്മളെല്ലാം ബോണറ്റെല്ലാം കണ്ട ഓടിക്കുന്നത് നമുക്കെല്ലാം കാണാം. ഇവിടെ ഒരു ചെറിയ ടിക്കറ്റ് ഹോൾഡർ ഉണ്ടാകും. സ്കോഡയുടെ ക്ലെവർ തിങ്സ് ആണ്. അപ്പോൾ സ്കോഡയുടെ കൗതുകങ്ങൾ അല്ലെങ്കിൽ സ്കോഡയിലുള്ള പ്രത്യേകതകൾ പറയാൻ പറഞ്ഞാൽ, ഏറ്റവും പുതിയ സ്കോഡ കോഡിയക്കിൻ്റെ പ്രത്യേകതകൾ പറയാൻ പറഞ്ഞാൽ 4 കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നെന്ന് പറയുന്നത് ലൈറ്റ്സ്, രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഈ അഡാസിൻ്റെ ഫങ്ഷണാലിറ്റീസ്, 3 പറയുന്നത് പാസഞ്ചർ ക്രാഷ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, 4 പറയുന്നത് ക്യാമറ. അപ്പോൾ ഇതിനകത്ത് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വന്നു. ആ ഒരു കൊടുക്കുന്ന വിലക്കുള്ള ലക്ഷറി ആയി എന്ന് വെച്ചാൽ ആ ഒരു ലെവലിലേക്ക് ഈ വണ്ടി ആയി എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് സ്കോഡ കോഡിയാക്കിൻ്റെ ഏറ്റവും പുതിയ വണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റാം. ഓക്കെ, അപ്പോൾ വാങ്ങുമ്പോൾ ഏത് മോഡൽ വേണം? LNK മേടിക്കണോ അതല്ല മറ്റുള്ള വേരിയൻ്റ് മേടിക്കണോ? അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ഏത് വണ്ടി വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്.